ഇപ്പം മക്കളെ ഇന്ന് പറയാൻ പോകുന്ന ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിരമിഡ് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ഷുവർ ആയിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, പിരമിഡ് എഴുതുക. അപ്പം അങ്ങനെയുള്ള ഒരു പിരമിഡിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. യെസ്, അപ്പം പിരമിഡ് ഇവിടെ മിസ് ഒരു പിരമിഡ് കാണിച്ചു തരാം. അതേ ഒരു മോഡലിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ഒരു പിരമിഡ് നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, ഗോപിക വിഭേദി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഗോപിക വിഭേദി, ഇനി എന്ത് ചെയ്യാണ് ഈ ഗോപിക വിഭേദി എന്നുള്ളതിനെ ക്രിയാപദം എന്ന് പറയുന്നത് ഇവിടെ ക്രിയ ഏതാണ്? ക്രിയാപദം എന്ന് പറഞ്ഞാൽ വിഭേദിയാണ്. ഓക്കെ, ഗോപിക എന്ന് പറയുന്നത് നാമപദമാണ്, ഒരു പേരാണല്ലോ അല്ലെ. അപ്പൊ ഗോപികയെ നമ്മൾ ആദ്യം വെക്കുന്നു, ക്രിയയും വെക്കുന്നു. ഇന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ ക്രിയാപദം എപ്പോഴും അവസാനമാണ് ഉണ്ടാകുക ഈ ഒരു ഭാഗത്ത് കേട്ടോ. ഈ സ്ലൈഡിൽ വരുന്നത് ക്രിയാപദമായിരിക്കും. ഇനി അടുത്ത നോക്കാം, ഗോപിക വിഭേദി. ഗോപിക സർപ്പാതി വിഭേദി, സർപ്പത്തെ പേടിച്ചു അല്ലെ. ഇനി പറയാണ് ഗോപിക ക്രൂരാതി സർപ്പാതി വിഭേദി, ക്രൂരമായിട്ടുള്ള സർപ്പത്തെയാണ് എന്ന് പറഞ്ഞു. ഇനി സുന്ദരി ഗോപിക ക്രൂരാതി സർപ്പാതി വിഭേദി. അപ്പോൾ ഓരോ സെന്റൻസിലുള്ള വാക്കുകൾ തന്നെയാണ് താഴെയുള്ളത്, അതിൻ്റെ കൂടെ ഒരു വാക്ക് മാത്രം നമ്മൾ ആഡ് ചെയ്യുന്നു. നമുക്ക് തന്നിട്ടുള്ള 4 വാക്കിൻ്റെയും അർത്ഥം എന്താണെന്ന് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക, അതിനനുസരിച്ച് വാക്യം ഉണ്ടാക്കുക. അത്ര മാത്രമേ ഇതിൽ പറയാനുള്ളൂ. കേട്ടല്ലോ മക്കളെ. ഇവിടെ ഗാനം ഗായതി മനോഹരം കുശാംഗി രാധിക എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഗാനം ഗായതി മനോഹരം കുശാംഗി രാധിക. ഇതെങ്ങനെയാണ് ചെയ്യുക? ഇതെങ്ങനെ ചെയ്യും ഒന്ന് നോക്കാം. നമ്മൾ പറയാണ് ഗാനം ഗായതി. ഗാനം ഗായതി എന്ന് പറയുന്നത് പാട്ട് പാടുക. ഗായതി എന്ന് പറയുന്നത് ക്രിയയാണ് അല്ലെ. തീ വരുന്നതൊക്കെ ക്രിയ ആയിരിക്കും കേട്ടോ. തീ വരുന്നതാണ് ക്രിയ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി അപ്പം നമ്മൾ ആദ്യം എഴുതുന്നത് ഗാനം ഗായതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് മനോഹരം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം മനോഹരം എന്നുള്ളത് ആദ്യം എഴുതുക. മനോഹരം മനോഹരം ഗാനം ഗായതി, മനോഹരമായിട്ടുള്ള പാട്ട് പാടുന്നു. ഇനി ആരാണ് പാടുന്നതെന്ന് നമുക്ക് എഴുതാം. ആരായിരുന്നു? രാധിക. അപ്പൊ രാധിക മനോഹരം ഗാനം ഗായതി. ഓക്കെ അല്ലേ. ഇനി അടുത്തത് എന്താണ്? ഈ സാധനമാണ് നമ്മൾ ഫസ്റ്റ് എടുത്ത് എഴുതേണ്ടത്. മനസ്സിലായല്ലോ. കുശാംഗി രാധിക മനോഹരം ഗാനം ഗായതി. ഈ കാര്യം മനസ്സിലാക്കി വെക്കുക. കുശാംഗി രാധിക മനോഹരം ഗായക. നമ്മൾ ആദ്യം എന്താണ് ചെയ്തത് മക്കളെ? ആദ്യം നമ്മൾ ആ ഒരു സെന്റൻസിനെ ഗാനം ഗായതി എന്നുള്ള ഒരു ചെറിയ സെന്റൻസിനെയാണ് നമ്മളിങ്ങനെ ഡീപ്പാക്കി കൊണ്ടുവരുന്നത്. അർത്ഥത്തിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ വാക്കുകൾ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ആ ഒരു പിരമിഡിന്റെ മൂന്നാമത്തെ ലൈനിൽ നമ്മൾ വരേണ്ടത് ആദ്യം കർത്താവ്, പിന്നെ വരേണ്ടത് എന്താണോ ചെയ്യുന്നത് അല്ലേ അത്, അതിനുശേഷം അവസാനമാണ് ക്രിയ വരേണ്ടത്. കർത്താവ് ക്രിയ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? കർത്താവ് എന്ന് പറഞ്ഞാൽ ആരാണോ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അയാൾ, ആ ചെയ്യുന്ന ആള്. ഓക്കെ, അപ്പോൾ രാധികയാണെങ്കിൽ ഇപ്പം രാധികയാണ് കർത്താവ്. മനസ്സിലായല്ലോ, ചെയ്യുന്ന ആള്. അപ്പം രാധിക മനോഹരം ഗായം ഗായതി അല്ലേ, ഗാനം ഗായതി. മനസ്സിലായല്ലോ. ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും ചെയ്യാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി പിരമിഡ് മറക്കാൻ വേണ്ടി പറ്റത്തില്ല, പാടില്ല. ഇനി പിരമിഡിൻ്റെ മാർക്കും കളയരുത് കേട്ടോ. യെസ്.